അലൈക്കും. ഉസ്താദ്, നമ്മൾ ഇമാമോട് കൂടി നിസ്കരിക്കുമ്പോഴേ 3 റക്അത്തുള്ള നിസ്കാരത്തിൽ നമ്മൾ 1 റക്അത്ത് കഴിഞ്ഞതിന് ശേഷമാണ് തുടർന്നതെങ്കിൽ നമ്മൾ ഇമാമ് സലാം വീട്ടുമ്പോൾ നമ്മളും സലാം വീട്ടി, എന്നിട്ട് സലാം വീട്ടി അതിന്റെ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിയതിന് ശേഷമാണ് നമുക്ക് ഓർമ്മ വരുന്നത് 1 റക്അത്ത് ബാക്കിയുണ്ടല്ലോ. അപ്പൊ നമ്മൾ എണീറ്റ് 1 റക്അത്ത് ബാക്കി നിസ്കരിച്ചാൽ മതിയാ, അല്ല രണ്ടാമത് ഫുള്ളായിട്ട് നിസ്കരിച്ച് തീർക്കണം? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. മറന്ന് ഇമാമിന്റെ കൂടെ സലാം വീട്ടിപ്പോയി, ഇവന് റക്അത്ത് കൂടി ബാക്കിയുണ്ട്. സലാം വീട്ടി അസ്തഗ്ഫിറുല്ലാഹ് അല്ലദിയൊക്കെ പറഞ്ഞ് കുറച്ചാണ് കഴിഞ്ഞതിന് ശേഷമാണ് ഓർമ്മ വന്നത്. എന്നാൽ വേഗം എഴുന്നേറ്റ് 1 റക്അത്ത് കൂടി നിസ്കരിച്ച് സഹ്വിന്റെ സുജൂദ് ചെയ്യാണ് വേണ്ടത്. തടക്കുന്ന് മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് വളരെ സമയം ദീർഘിക്കുകയോ വുളൂ മുറിയുകയോ അതല്ലെങ്കിൽ ഖിബ്ലയിൽ നിന്നിട്ട് തെറ്റുകയോ പോലെയുള്ള നിസ്കാരത്തിന് ഭംഗം വരുന്ന വല്ല കാര്യങ്ങളും വന്നാൽ പിന്നെ തൽക്കന്ന് മടക്കി നിസ്കരിക്കണം. അല്ലാതെ സലാം വീട്ടി അവിടെ ഇരുന്ന് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലി ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം കുറെ കഴിഞ്ഞാൽ ഓർമ്മ വന്നൊക്കെയാണെങ്കിൽ അവിടെ കുഴപ്പമൊന്നുമില്ല. ബാക്കി എഴുന്നേറ്റ് 1 റക്അത്ത് കൂടി നിസ്കരിച്ചാൽ മതി. സലാം വീട്ടുന്നതിന് മുമ്പ് സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. കാരണം ഇമാമ് സലാം വീട്ടിയതിന്റെ ശേഷമാണല്ലോ ഇവൻ സലാം വീട്ടുന്നത്. ഇമാമിന്റെ കൂടെയുള്ള സഹ്വാണെങ്കിൽ ഇമാമ് ചുമക്കും. ഇമാമ് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ഇമാമിന്റെ ചുമക്കാൻ കഴിയൂലല്ലോ ഇവൻ സലാം വീട്ടിയെ. അതുകൊണ്ട് സഹ്വിന്റെ സുജൂദ് ചെയ്യൽ നല്ലതാണ്, മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഇമാമും ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ 3-ാമത്തെ റക്അത്തില് ഇമാമ് ഓർമ്മയില്ലാതെ സലാം വീട്ടി. അതിനുശേഷം ഇമാമ് ബാക്കോട്ട് തിരിഞ്ഞ് മാമൂമിനോട് ചോദിച്ചു. ഉടനെ തന്നെ ഞാൻ 3 നിസ്കരിച്ച 4 നിസ്കരിച്ചു. അപ്പൊ മാമൂമ് പറഞ്ഞു 3 സലാം വീട്ടിയാണ്. അപ്പൊ ഉടനെ ഇമാമ് എണീച്ച് 1 റക്അത്ത് കൊണ്ട് നിസ്കരിച്ച് സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മതിയോ? അല്ല ഇനി 4 റക്അത്ത് ആദ്യം നിസ്കരിക്കണം? ആദ്യം മുതലേ ഒന്ന് ഉസ്താദ് വിശദീകരിച്ചു. അസ്സലാമു അലൈക്കും. അവിടെ 1 റക്അത്ത് കൂടി നിസ്കരിച്ച് സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടിയാൽ മതി. അതായത് മറന്നുകൊണ്ട് അല്പം സംസാരിച്ച നിസ്കാരം ബാത്തിലാവില്ലാണ്. അതായത് ഇയാൾക്കൊരു ചെറിയ സംശയം തോന്നി, ഏതായാലും പൂർത്തിയായിട്ടുണ്ടാവും എന്നുള്ള ആൾക്ക് സലാം വീട്ടി. സലാം വീട്ടിയപ്പോ ഇയാൾക്കൊരു സംശയം. അപ്പൊ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മൗമൂമികളോട് ചോദിച്ചു, 4 ആയിട്ടില്ലേ, അതോ 3 ആണോ? അപ്പൊ 3 ആണെന്ന് മൗമൂമികൾ ഉണർത്തി. അപ്പൊ വേഗം 1 റക്അത്ത് കൂടി നിസ്കരിച്ച് സഹ്വിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ടല്ലോ, ദുൽയദൈനിന്റെ ഹദീസ് എന്നാണ് അതിന് പറയുന്നത്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി. ളുഹ്റോ അസ്റോ രണ്ടാമത്തെ നിസ്കാരം സലാം വീട്ടി സാധാരണ ഇല്ലാത്ത രീതിയിൽ എഴുന്നേറ്റ് വേഗം അടുത്ത് പടിഞ്ഞാറ് ഈ ഖിബ്ലന്റെ ഭാഗത്ത് ഇങ്ങനെ ബലങ്ങനെ വെച്ചിരുന്ന ഈത്തപ്പനത്തടിമേൽ കൈമുട്ട് വെച്ചിട്ട് ഇങ്ങനെ താടിക്കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോ ആളുകളൊക്കെ പേടിച്ച് മുണ്ടാതെ ഇങ്ങനെ ഭയപ്പെട്ടു നിന്നു. അപ്പൊ എപ്പോഴും തമാശ പറയുന്ന ഒരു തമാശക്കാരനായ സാഹിബിയുണ്ട്, ദുല്യദൈനി ആ മഹാനവർകളെ പറയാ. അവര് എഴുന്നേറ്റിട്ട് ചോദിച്ചു, ആ ഖുസ്റത്തു സ്വലാത്തു അം നസീത യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, നിസ്കാരം 4 റക്അത്തുള്ള അല്ലാഹു തആല 2 റക്അത്തായി ചുരുക്കി തന്നോ, അതല്ല തങ്ങള് മറന്നുകാണ്ട് സലാം വീട്ടിയതാണോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറഞ്ഞു, കുല്ലു ദാലിക ലം യകുൻ, അത് രണ്ടും ഉണ്ടായിട്ടില്ല. എന്നാൽ 4 2 റക്അത്തായിട്ട് അല്ലാഹു തആല ചുരുക്കി തന്നിട്ടുമില്ല, അതുപോലെ മറന്നിട്ടുമില്ല എന്ന് പറഞ്ഞപ്പോ മഹാനവർകള് പറഞ്ഞു, ബാവുകാരിക്ക കതുക്കാന, അങ്ങനെ പറയാൻ പറ്റൂല, 2 ഒത്തിരി ബിയർ, ഒന്നിക്കൽ ചുരുക്കിയാണ്, അതല്ലെങ്കിൽ മറന്നാണ് എന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുക, ബാക്കിയുള്ളവരോട്, ആ സദഖ ദുല്യദൈനി, നമ്മൾ ഈ ദുല്യദൈനി മൂപ്പരെപ്പോഴും തമാശ പറയുന്ന ആളാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം. ഈ ദുല്യദൈനി ഇപ്പൊ പറഞ്ഞത് ശരിയാണോ ചോദിച്ചു. അപ്പൊ സഹാബാക്കളെല്ലാം പറഞ്ഞു അതേ. ഉടനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് വന്ന് 2 റക്അത്ത് കൂടി നിസ്കരിച്ച് സഹ്വിന്റെ സുജൂദും ചെയ്ത് സലാം വീട്ടി. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് കുറച്ചങ്ങോട്ട് നടന്ന്
കയ്യും കുത്തി നിന്നു. ഈ സഹാബി ചോദിച്ചു, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. അതിന് തിരിച്ചും സഹാബി മറുപടി പറഞ്ഞു. പിന്നെ സഹാബാക്കളോട് ചോദിച്ചു, അവര് ശരിവെച്ചു. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കി നിസ്കരിച്ച് സഹവിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യത്തിൽ പറഞ്ഞ ഇത് ഏകദേശം സമാനമാണ്. അപ്പൊ അദ്ദേഹം സംശയമുള്ളപ്പം മൗമൂമിങ്ങളോട് ചോദിച്ചു. അവർ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഉറപ്പ് വന്നു. വേഗം ഒരു റക്അത്ത് കൂടി നിസ്കരിച്ച് സഹവിന്റെ സുജൂദ് ചെയ്ത് സലാം വീട്ടിയാൽ മതി. അവിടെ പ്രത്യേകിച്ച് നിയ്യത്തും ഒന്നും വേണ്ട. ഓക്കെ. അസ്സലാമു ഉസ്താദ്, ഇപ്പോ വേറൊരു സുഹൃത്തൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് ഇമാമിന്റെ ഒപ്പം സലാം വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ട് നാലാമത്തെ റക്അത്ത് നിസ്കരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഉസ്താദ് പറഞ്ഞു നാലാമത്തെ റക്അത്ത് നിസ്കരിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് നാലാമത്തെ റക്അത്ത് മാത്രം നിസ്കരിച്ചാൽ മതി. അങ്ങനെ നിസ്കരിക്കുമ്പോഴേ നെയ്യത്ത് എന്തെങ്കിലും ചെയ്യണോ? അതെ വെറുതെ എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞ് റക്അത്ത് തുടങ്ങി അവസാനിപ്പിച്ചാൽ മതിയോ? മതി. അതായത് പിന്നെ നൃത്തത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ പ്രത്യേക നെയ്യത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ ആള് നിസ്കാരത്തിൽ തന്നെയാണ് ഉള്ളത്. അതായത് ഇവൻ ചൊല്ലിയ ഈ സലാമിന്റെ ശേഷം ഇവൻ ചൊല്ലിയ ദിക്റുകളും ഒന്നും പരിഗണിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? മറന്ന് സംഭവിച്ചതാണ് എന്നതുകൊണ്ട് അത് പരിഗണിക്കാതെ പോവാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അവൻ നിസ്കാരത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ അത് എഴുന്നേറ്റ് ബാക്കി ഒരു റക്അത്താണ് പൂർത്തിയാക്കിയാൽ മതി. പ്രത്യേക നെയ്യത്ത് വേണ്ട. പിന്നെന്താ സുജൂദ് ചെയ്യണമെന്ന് വെച്ചാൽ മറന്നുകൊണ്ട് സലാം വീട്ടിയല്ലോ, അത് മനഃപൂർവ്വം ചെയ്ത നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ്. അത് മറന്നു ചെയ്തതാണ്. അതിനു വേണ്ടിയിട്ടാണ് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞത്. മനഃപൂർവ്വം ചെയ്ത നിസ്കാരം ബാത്തിലാവുന്ന ഒരു കാര്യം മറന്ന് സംഭവിച്ചതിന് വേണ്ടിയിട്ടാണ് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞത്. ആള് ഇപ്പോൾ നിസ്കാരത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം ഈ ചൊല്ലിയ സലാമും അതിനുശേഷം ചൊല്ലിയ കാര്യങ്ങളും ഒന്നും പരിഗണിക്കുന്നില്ല. കാരണം ഓർമ്മയില്ലാതെ അബദ്ധത്തിൽ സംഭവിച്ചതായതുകൊണ്ട് അത് എണ്ണപ്പെടാതെ പോവുകയാണ്. ഓക്കെ.